അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും. മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞാനും എൻ്റെ കുടുംബവും തിരുകുടുംബത്തിൽ വന്ന് വസിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, സകല കൃപാവരങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ, നന്ദി നിറഞ്ഞ ഹൃദയവും കൂപ്പിയ കരങ്ങളുമായി ഞങ്ങൾ എല്ലാവരും അങ്ങേ തിരുമുൻപിൽ ആയിരിക്കുന്നു. പാപത്തിന്റെ വഴികളിൽ നിന്നും പ്രലോഭനത്തിന്റെ മായാലോകത്തു നിന്നും വേറിട്ട സ്വരമായി അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരേണമേ. അമ്മേ മാതാവേ, അടിയങ്ങളുടെ ഉള്ളു നിറയെ നാളെക്കുറിച്ചുള്ള ആകുലതകളാണ്. ഞങ്ങളുടെ സ്വപ്നങ്ങൾ വലുതൊന്നുമല്ല. സമാധാനപൂർണമായ ഒരു ജീവിതം, ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം, പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം, അന്നന്നത്തെ അപ്പത്തിനു വേണ്ട നല്ലൊരു ജോലി, സഹോദരങ്ങളെ, മിത്രങ്ങളെ, അയൽക്കാരെ, കുടുംബാംഗങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള കൃപ, ഇവ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇല്ലായ്മയിൽ നിന്നും പങ്കുവെക്കുന്നതിന്റെ സന്തോഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിന്റെ മുൻപിൽ അല്ലാതെ മറ്റാരുടെ മുൻപിലും തല താഴ്ത്താതെ അന്തസ്സായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. പരിഹാസങ്ങൾക്കിടയിലും കുത്തുവാക്കുകൾക്കിടയിലും ഈശോയെ, നിന്റെ കുരിശിലെ സ്നേഹത്തിന്റെ തലോടൽ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങളെല്ലാവരും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും ബലവും സഹായവും കോട്ടയും ആയിരിക്കണമേ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നവജീവൻ നൽകണമേ. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ ആഗമന ഉദ്ദേശ്യം അറിയിച്ച ദൂതൻ ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായും ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച അമ്മയോട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ ഈ ആവശ്യം സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ. ദൈവപുത്രന്റെയും ഈ ലോകത്തിന്റെ തന്നെയും അമ്മയായ മറിയമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ.
എൻ്റെ ആവശ്യങ്ങളിൽ സഹായമായി കൂടെ വരേണമേ. ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ അമ്മേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ദൈവമാതാവേ, കാരുണ്യത്തിൻ്റെ അമ്മേ, ഒരമ്മയുടെ വാത്സല്യം നൽകാൻ, എനിക്കായി നിരന്തരം പ്രാർത്ഥിക്കാൻ, എനിക്കായി എന്നും മാധ്യസ്ഥം വഹിക്കാൻ, എൻ്റെ ഏതവസ്ഥകളിലും എനിക്കൊപ്പം നിന്ന് ആ സാന്നിധ്യം അറിയിക്കുന്ന എൻ്റെ നല്ല പരിശുദ്ധ അമ്മ, എനിക്ക് വഹിക്കേണ്ടുന്ന കുരിശുകൾ എൻ്റെ രക്ഷയ്ക്കും വിജയത്തിനും കാരണമാക്കി തീർക്കണമേ. നീതിബോധവും സത്യസന്ധതയും എൻ്റെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുവാൻ അമ്മയുടെ ചൈതന്യത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ. ഈശോയെ, നിന്റെ അമ്മയെ ഞങ്ങളുടെ സ്വന്തമായി നൽകിയതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. എത്രയും ദയയുള്ള മാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലും ജീവിത പ്രതിസന്ധികളിലും തളരാതെ ഞങ്ങളെ പിടിച്ചുയർത്തണമേ. അത്ഭുതകരമായ അമ്മയുടെ ഇടപെടൽ അദൃശ്യകരം ഞങ്ങൾക്കു നേരെ നീട്ടണമേ. അമ്മയുടെ ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങളും നിറയപ്പെടാൻ, അങ്ങനെ ഞങ്ങളും ദൈവത്തിന്റെ സ്വന്തമാകുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നുമെന്നും ജീവിക്കുന്ന സർവേശ്വരന്റെ അപരിമേയ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.